എന്തായി? ചെയ്ത് കഴിഞ്ഞാ? ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഏത് കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം? ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ? ഏത് കൺസെപ്റ്റാ? അക്രൂവൽ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. അക്രൂവൽ കൺസെപ്റ്റ് അറിയാതെ നിങ്ങൾക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ ബൈ ഹാർട്ട് പിടിച്ച് ചെയ്തേക്കുന്നതായിരിക്കണം. അപ്പൊ അക്രൂവൽ കൺസെപ്റ്റ് എന്താണ് പറയുന്നത്? എന്താണ് അക്രൂവൽ കൺസെപ്റ്റിന്റെ മീനിങ്? എന്താ പറഞ്ഞേ? കേട്ടിട്ടുണ്ടോ? അക്രൂവൽ കൺസെപ്റ്റ് എന്നൊരു കൺസെപ്റ്റിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അക്കൗണ്ടിങ്ങിനകത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളൊന്നാണ് അക്രൂവൽ കൺസെപ്റ്റ്. ഇതാ എഴുതി നോട്ട് എഴുതാം. Accrual concept says that income and expenses should be recorded as and when they accrue. അത് അക്രൂ ആവുന്ന സമയത്ത് എന്ത് ചെയ്യാവുള്ളൂ? അത് അക്രൂ ആവുന്ന സമയത്ത് എന്ത് ചെയ്യാവുള്ളൂ? റെക്കോർഡ് ചെയ്യാവുള്ളൂ. അത് അക്രൂ ആവുന്ന സമയത്ത് എന്ത് ചെയ്യാവുള്ളൂ? റെക്കോർഡ് ചെയ്യാവുള്ളൂ. ആൻഡ് നോട്ട് ഓൺ ക്യാഷ് ബേസിസ്. എങ്ങനെയല്ല ചെയ്യേണ്ടത്? ക്യാഷ് ബേസിസ് അല്ല ചെയ്യേണ്ടത്. ഇൻകം ആൻഡ് എക്സ്പെൻസസ് ഷുഡ് ബി റെക്കോർഡഡ് ആസ് ആൻഡ് വെൻ ദേ അക്രൂ ആൻഡ് നോട്ട് ഓൺ ക്യാഷ് ബേസിസ്. എഴുതിയോ? അടുത്ത പോയിന്റ് എഴുതുക. ഇൻകം ഈസ് അക്രൂഡ്. അപ്പൊ അടുത്തൊരു ചോദ്യം വരും, ഈ അക്രൂ ആയോ ഇല്ലെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമ്മൾ അക്രൂവൽ കൺസെപ്റ്റ് പറയുന്നത് ഇൻകം ആണെങ്കിലും എക്സ്പെൻസ് ആണെങ്കിലും റെക്കോർഡ് ചെയ്യേണ്ടത് അത് എപ്പോഴാണോ അക്രൂ ആവുന്നത് അപ്പോഴാണ്, അല്ലാതെ ക്യാഷ് കിട്ടിയോ ക്യാഷ് കൊടുത്തോ എന്ന് നോക്കിയിട്ടല്ല. അപ്പം സ്വാഭാവികമായിട്ട് ഒരു സംശയം വരും, എന്താണ് ഈ അക്രൂവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വരത്തില്ലേ? എഴുതാം. when it is earned, that is when the benefit is transferred. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നോക്കാം. നോട്ട് ചെയ്ത തൽക്കാലം. അതേപോലെ എക്സ്പെൻസ് ഈസ് അക്രൂഡ് when it is incurred, that is when the benefit is received. That is when the benefit is received. Expense is accrued when it is incurred, that is when the benefit is received. ശ്രദ്ധിക്കുക. നിങ്ങളൊരു സ്ഥലത്ത്, ഞാനാണ് കമ്പനി, ഞാനൊരു കമ്പനിയാണ്, നിങ്ങൾ എൻ്റെ അടുത്ത് ജോലി കയറിയിരിക്കട്ടെ. ക്ലിയർ ആണല്ലോ? ജാനുവരി ഫെബ്രുവരി നിങ്ങളുടെ മന്ത്ലി സാലറി നമ്മൾ ഫിക്സ് ചെയ്തേക്കുന്നത് 50,000 രൂപയാണ്. ഞാൻ എന്തിനാ നിങ്ങൾക്ക് 50,000 രൂപ സാലറി തരുന്നത്? ഞാൻ എന്ന കമ്പനി എന്തിനാണ് നിങ്ങൾക്ക് 50,000 റുപ്പീസ് സാലറി തരാൻ തയ്യാറാവുന്നത്? 50,000 രൂപയ്ക്ക് നിങ്ങൾ എനിക്ക് വേണ്ടി പണി ചെയ്യുന്നുണ്ടല്ലേ? 50,000 രൂപയുടെ ബെനിഫിറ്റ് നിങ്ങൾ എനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരുന്നുണ്ടല്ലേ? അല്ലേ? ജനുവരി മാസം നിങ്ങൾ എനിക്ക് 50,000 രൂപയുടെ എങ്കിലും ബെനിഫിറ്റ് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് കൊണ്ടല്ലേ ഞാൻ നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് 50,000 രൂപ തരാൻ തയ്യാറാവുന്നത്? അതേപോലെ ഫെബ്രുവരി മാസവും നിങ്ങൾ എനിക്ക് 50,000 രൂപയുടെ ബെനിഫിറ്റ് തരും എന്ന് പ്രതീക്ഷിക്കുന്നത് കൊണ്ടല്ലേ ഞാൻ നിങ്ങൾക്ക് 50,000 രൂപ ക്യാഷ് ആയിട്ട് തരാൻ തയ്യാറാവുന്നത്? അല്ലേ? കറക്റ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ മന്ത്ലി സാലറി 50,000 രൂപ, സംശയമൊന്നുമില്ലല്ലോ. പക്ഷേ ഫസ്റ്റ് മന്ത് ആയപ്പം എൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസും പൊസിഷനും ഒക്കെ അല്പം മോശമാണ്. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, ഈ മാസം എൻ്റെ ക്യാഷ് തരാനില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യാം? നെക്സ്റ്റ് മന്ത് എൻ്റെ ആകുമ്പോൾ ഈ മാസത്തെ സാലറിയോട് ചേർത്ത് നിങ്ങൾക്ക് തരാം. അപ്പം നിങ്ങളെ സംബന്ധിച്ച് റെസീപ്റ്റ് എന്ന് പറയുന്നത്, ക്യാഷിന്റെ റെസീപ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഇത് എനിക്കാണ് എക്സ്പെൻസ്, നിങ്ങൾക്ക് എന്താണ്? ഇൻകം ആണ്. സോ നിങ്ങളെ ക്യാഷ് റെസിപ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് മന്ത് 0 ആണ് അല്ലെ? സെക്കൻഡ് മന്ത് 1 lakh റുപ്പീസ് ആണ്. ആ 1 lakh ഏതാണ്? ഫസ്റ്റ് മന്തിലെ 50,000 സെക്കൻഡ് മന്തിലെ 50,000 ചേരുന്നതാണ് എന്ത്? ടോട്ടല് 1 lakh റുപ്പീസ് വന്നേക്കുന്നത്. അങ്ങനല്ലേ? ക്ലിയർ അല്ലേ? മനസ്സിലാക്കിക്കൂടെ? ഇനി ഇവിടെ ഒരു ചോദ്യം ശ്രദ്ധിച്ചേക്കുക. നിങ്ങൾ വീട്ടിൽ ചെല്ലുന്നു, ഈ സാലറി നിങ്ങൾക്ക് ഇൻകം ആണല്ലോ, നിങ്ങൾ വീട്ടിൽ ചെല്ലുന്നു. നിങ്ങൾ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് നിങ്ങളോട് നിങ്ങളുടെ വീട്ടുകാരോ അല്ലെങ്കിൽ ബന്ധുക്കാരോ അല്ലെങ്കിൽ നാട്ടുകാരോ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ മന്ത്ലി സാലറി എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് മന്തിൽ നിങ്ങൾ എത്ര പറയും? 0 പറയോ? 50,000 പറയോ?
അവരുടെ ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ മന്ത്ലി സാലറി എത്രയാണ്, ജനുവരിയിലെ സാലറി എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സാലറി ഇൻകം ആയിട്ട് ഫസ്റ്റ് മന്തിൽ 50,000 പറയോ, 0 പറയോ? 50,000 തന്നെ പറയത്തില്ലേ? അതിൽ എത്ര ക്യാഷ് ആയിട്ട് കിട്ടിയെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? 0 എന്ന് പറയും. പക്ഷെ അപ്പോഴും നിങ്ങൾ 50,000 തന്നെയല്ലേ ഇങ്ങോട്ട് പറയുന്നത്. സെക്കൻഡ് മന്തിൽ നിങ്ങളോട് ചോദിക്കുകയാണ് ഫെബ്രുവരി മാസത്തെ നിങ്ങളുടെ സാലറി ഇൻകം എത്ര ആണ് എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 50,000 50,000 പറയോ, 1 lakh rupees പറയോ? ഏതായിരിക്കും പറയുന്നത്? 50,000 ആയിരിക്കുമോ പറയുന്നത്, 1 lakh ആയിരിക്കുമോ പറയുന്നത്? അപ്പോഴും നിങ്ങൾ 50,000 തന്നെയല്ലേ പറയത്തുള്ളൂ, അല്ലാതെ 1 lakh പറയത്തില്ലല്ലോ. അതിലെത്ര കിട്ടി? സെക്കൻഡ് മന്തിലെ സാലറി 50,000 ആണ്, അതിൽ എത്ര നിങ്ങൾക്ക് റെസിപ്റ്റ് ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? 50,000 റെസിപ്റ്റ് ആയി പ്ലസ് കഴിഞ്ഞ മാസം കിട്ടാനുള്ള 50,000, അങ്ങനെ 1 ലക്ഷം കിട്ടിയിട്ടുണ്ട് എന്നല്ലേ നിങ്ങൾ പറയുന്നത്? അങ്ങനല്ലേ പറയേണ്ടത്? അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു ശ്രദ്ധേയമായ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, ഫസ്റ്റ് മന്തിലും സെക്കൻഡ് മന്തിലും നിങ്ങൾ നിങ്ങളുടെ സാലറി ഇൻകം പറയാൻ വേണ്ടിയിട്ട് എന്തല്ല ക്രൈറ്റീരിയ ആക്കിയേക്കുന്ന, ക്യാഷിന്റെ റെസിപ്റ്റ് അല്ല എന്ത് ചെയ്തേക്കുന്നത്, ക്രൈറ്റീരിയ ആക്കിയേക്കുന്നത്. ക്യാഷിന്റെ റെസിപ്റ്റ് നോക്കിയിട്ടല്ല നിങ്ങൾ സാലറി ഇൻകം ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ തീരുമാനിച്ചേക്കുന്നത്. കറക്റ്റ് അല്ലേ? ശരിയല്ലേ? ക്യാഷ് റെസിപ്റ്റ് നോക്കിയിട്ടാണോ? അല്ല, ഒരിക്കലും അല്ല. പകരം വേറെ എന്തോ ഒരു കാര്യം നോക്കിയിട്ടല്ലേ. ആ വേറെ എന്തോ ഒരു കാര്യം എന്താ? നിങ്ങൾ എന്നൊന്ന് പറഞ്ഞേ. നിങ്ങൾ 50,000 രൂപയുടെ ബെനിഫിറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തപ്പം നിങ്ങളുടെ പോസിബിലിറ്റി ഞാൻ പറഞ്ഞത്, എന്റെ പോസിബിലിറ്റി അല്ല, നിങ്ങളുടെ പോസിബിലിറ്റി പറഞ്ഞത്. നിങ്ങൾ 50,000 രൂപയുടെ ബെനിഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന മുമ്പിൽ നിങ്ങൾക്ക് 50,000 രൂപ ഇൻകം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? സെക്കൻഡ് മന്തിലും 50,000 രൂപയ്ക്ക് ജോലി ചെയ്തപ്പം അല്ലെങ്കിൽ 50,000 രൂപ ബെനിഫിറ്റ് ട്രാൻസ്ഫർ ചെയ്തപ്പം നിങ്ങൾ 50,000 രൂപ ഇൻകം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ക്രൈറ്റീരിയ എന്തല്ല? നിങ്ങളെ സംബന്ധിച്ച് ക്രൈറ്റീരിയ എന്തല്ല? ബെനിഫിറ്റിന്റെ ക്യാഷിന്റെ റെസിപ്റ്റ് അല്ലല്ലോ. ക്യാഷിന്റെ റെസിപ്റ്റ് നോക്കിയിട്ടല്ലല്ലോ നിങ്ങൾ സാലറി ഇൻകം പറയുന്നത്. പകരം ബെനിഫിറ്റിന്റെ ട്രാൻസ്ഫർ നോക്കിയിട്ടല്ലേ? അല്ലെ? ഇൻകം റെക്കോർഡ് ചെയ്യേണ്ടത് അത് ഏൺ ആവുമ്പോഴാണ്. അത് ഏൺ ആവുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴാണോ നിങ്ങൾ ബെനിഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പോഴാണ് അത് ഏൺ ആവുന്നത്. ആ മൊമെന്റിലാണ് എഴുതേണ്ടത്. അതായത് ഫസ്റ്റ് മന്തിൽ നിങ്ങളുടെ ബുക്സിൽ സാലറി ഇൻകം 50,000 കാണണം, സെക്കൻഡ് മന്തിൽ നിങ്ങളുടെ ബുക്സിൽ സാലറി ഇൻകം 50,000 കാണണം. ആ സാലറി ഇൻകം കാണിക്കുമ്പോൾ നിങ്ങളുടെ ക്യാഷിന്റെ റെസിപ്റ്റ് ഒരു ക്രൈറ്റീരിയ അല്ല. ക്യാഷ് കിട്ടിയോ ഇല്ലോ നോക്കിയിട്ടല്ല, കിട്ടാൻ അർഹതയുണ്ടോ നോക്കിയിട്ടാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. കിട്ടാൻ അർഹതയുണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഈ ബെനിഫിറ്റിന്റെ ട്രാൻസ്ഫർ നോക്കിയിട്ടാണ് മനസ്സിലാക്കാൻ പറ്റേണ്ടത്. ക്ലിയർ ആണോ? മനസ്സിലാവോ? വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. നേരത്തെ പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആണോ? അപ്പൊ ഇൻകം കാണിക്കാൻ വേണ്ടി എന്താ ക്രൈറ്റീരിയ? ഇൻകം കാണിക്കാൻ എന്താ ക്രൈറ്റീരിയ? ശ്രദ്ധിച്ചോണം. ഇൻകം ഈസ് അക്രൂഡ്. ഇൻകം അക്രൂ, അതായത് അക്രൂ ആകുമ്പോഴാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കണേ. അക്രൂ ആകുമ്പോഴാണ് എന്ത് റെക്കോർഡ് ചെയ്യേണ്ടത്. അക്രൂ ആകുമ്പോഴാണ് എന്ത് റെക്കോർഡ് ചെയ്യേണ്ടത്. പക്ഷെ അക്രൂ ആവുന്ന എപ്പോഴാണ്? അത് ഏൺ ആവുമ്പോഴാണ്. ഏൺ ആവുന്ന എപ്പോഴാണ്? when the benefit is transferred. ബെനിഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഇൻകം അക്രൂ ആകാനും ഇൻകം റെക്കോർഡ് ചെയ്യാനും ഉള്ള ക്രൈറ്റീരിയ ആയിട്ട് വരുന്നത്. ബെനിഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഇൻകം അക്രൂ ആകുന്നതും ഇൻകം റെക്കോർഡ് ചെയ്യാനും ഉള്ള ക്രൈറ്റീരിയ ആയിട്ട് വരുന്നത്. ഇത് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. മനസ്സിലാവും? ഈ എക്സാമ്പിൾ ക്ലിയർ ആണോ? മനസ്സിലാവോ? അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. എക്സ്പെൻസിന്റെ എക്സാമ്പിൾ നോക്കാം. ശ്രദ്ധിക്കുക. ഞാൻ ബിസിനസ് ആണെന്നിരിക്കട്ടെ, ഞാനൊരു ബിസിനസ്സാണ്. നിങ്ങളൊരു സ്പേസ്, നിങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗ് ഞാൻ റെന്റിന് എടുക്കുകയാണ്. ആ റെന്റിനെടുത്ത ബിസിനസ് സ്പേസിലാണെന്ത് ഞാൻ എൻ്റെ ബിസിനസ് നടത്തുന്നത്. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗ് ഞാൻ എന്ന ബിസിനസ് റെന്റിന് എടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? എൻ്റെ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട്. മന്ത്ലി റെന്റ് എന്ന് പറയുന്നത് 10,000 rupees ആണ്. ജാനുവരി, ഫെബ്രുവരി.
എന്തിനാണ് ഈ 10,000 റുപ്പീസ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്? നിങ്ങൾ എനിക്ക് ആ സ്പേസ് ഉപയോഗിക്കാൻ തരുന്നുണ്ടല്ലേ? അതായത് ആ സ്പേസ് ഉപയോഗിക്കാൻ തരുന്നു എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ബെനിഫിറ്റിന്റെ റെസീപ്റ്റ് അല്ലേ? ആ സ്പേസ് എനിക്ക് കിട്ടുന്നത് ആ സ്പേസ് ഉപയോഗിക്കുന്ന എനിക്കൊരു ബെനിഫിറ്റ് റെസീപ്റ്റ് അല്ലേ? അതിന് പകരമല്ലേ ഞങ്ങൾക്ക് മന്ത്ലി 10,000 തരാമെന്ന് പറഞ്ഞേക്കുന്നത്? ഫസ്റ്റ് മന്ത് എൻഡായി. ബിസിനസ് ഞാൻ വിചാരിച്ച പോലൊന്നും വന്നില്ല. ക്യാഷ് പേയ്മെന്റ് 0 ആണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാണ്, ഈ റെന്റൂടെ ചേർത്ത് എന്ത് ചെയ്യാം? അടുത്ത മാസം തരാം. അതായത് 20,000 വരെ തരാം എന്ന് പറയാം. അങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങളുടെ എന്റെ റെന്റ് എക്സ്പെൻസ് ഫസ്റ്റ് മന്തിൽ എത്രയായിരിക്കും? അതായത് എന്നോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, ഈ ബിൽഡിങ്ങിന്റെ ഒരു മാസത്തെ അല്ലെങ്കിൽ ജാനുവരി മാസത്തെ റെന്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 10,000 പറയണോ 0 പറയണോ? എന്ത് പറയണം? 10,000 പറയണോ 0 പറയണോ? 10,000 തന്നെ പറയണ്ടേ. ഞാൻ ക്യാഷിന്റെ പേയ്മെന്റ് നോക്കിയിട്ടല്ലല്ലോ. കാരണം ഞാൻ 10,000-നല്ലേ റെന്റ് എടുത്തേ. ഇത് വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് അക്കൗണ്ടിങ് അല്ല, കോമൺ ലോജിക്കാണ്. നിങ്ങളുടെ അടുത്തുള്ള ഏതൊരു സ്റ്റേഷനറി കടക്കാരനോട് ചോദിച്ചാൽ പോലും അയാൾ ഇതേ പറയത്തുള്ളൂ. ഒരു തട്ടുകടക്കാരനോട് ചോദിച്ചാൽ ഇതേ പറയത്തുള്ളൂ. അതിന്റെ കാരണം എന്താണ്? ഇത് അക്കൗണ്ടിങ് അല്ല, ഇതൊരു സാധാരണക്കാരൻ, എല്ലാ ആൾക്കാരും ചിന്തിക്കുന്ന രീതി അക്കൗണ്ടിങ് ചെയ്യുന്നു. കാരണം എന്താണ്? ബിസിനസിന്റെ പൊസിഷനും പെർഫോമൻസും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആരോടാണ്? പബ്ലിക്കിനോടാണ് അല്ലെ? പബ്ലിക്കിന്റെ തോട്ട് പ്രോസസ് എങ്ങനെയാണ്? നമ്മൾ ഈ പറഞ്ഞ പോലെ അല്ലേ? ഇപ്പൊ പറഞ്ഞു നിർത്തിയ പോലെ, കഴിഞ്ഞ കേസിൽ പറഞ്ഞു നിർത്തിയ പോലെ അല്ലേ? അങ്ങനെയെങ്കിൽ പബ്ലിക് ഇൻകം ആയിട്ട് കാണുന്നത് എപ്പോഴല്ല? ക്യാഷ് കിട്ടുമ്പോഴല്ല, പകരം ബെനിഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ്. അങ്ങനെയെങ്കിൽ ബിസിനസിന്റെ ഇൻകത്തെ പറ്റി പറയുമ്പോഴും അതേ രീതി തന്നെ പറഞ്ഞാലല്ലേ യൂസേഴ്സ് ആയ പബ്ലിക്കിന് മനസ്സിലാവത്തുള്ളൂ അല്ലേ? അങ്ങനെയല്ലേ? അക്കൗണ്ടിങ് ഒന്നും അല്ല, പബ്ലിക് അവരുടെ ഇൻകം പറയുന്നത് ക്യാഷ് ആയിട്ട് കിട്ടിയോ ഇല്ലയോ നോക്കിയിട്ടല്ല, പകരം അവരുടെ ഇൻകം പറയുന്നത് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ചെയ്തോ ഇല്ലയോ നോക്കിയിട്ടാണ്. അതാണ് ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ കൂടെ എക്സ്പ്ലെയിൻ ചെയ്തത്. അങ്ങനെയെങ്കിൽ ബിസിനസ് ആയ ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസിന് ഇൻകം പറയുമ്പോൾ എന്ത് ചെയ്യണം? ബിസിനസിന് ഇൻകം ക്യാഷ് ആയിട്ട് റെസിപ്റ്റ് ആയോ ഇല്ലയോ നോക്കിയിട്ടല്ല പറയേണ്ടത്, പകരം ബെനിഫിറ്റ് ട്രാൻസ്ഫർ ചെയ്തോ എന്ന് നോക്കിയിട്ട് വേണം പറയാൻ. ഈ കേസ് എടുക്കാം. അപ്പൊ ഫസ്റ്റ് മന്തിൽ എന്താണ്? ഞാൻ എന്റെ റെന്റ് എക്സ്പെൻസ് 10,000 അല്ലേ പറയുന്നത്. സെക്കൻഡ് മന്തിൽ എന്താണ്? എന്റെ ഫെബ്രുവരി മാസം റെന്റ് എക്സ്പെൻസ് ചോദിച്ചെന്ത് പറയും? 10,000 തന്നെ പറയും. അതിൽ ക്യാഷ് ആയിട്ട് എത്ര കൊടുത്തു ചോദിച്ചെന്ത് പറയും? 10,000 കൊടുത്തുള്ളൂ, പ്ലസ് കഴിഞ്ഞ മാസം കൊടുക്കാനുള്ള 10,000, അങ്ങനെയാണ് 20,000. അങ്ങനെയെങ്കിൽ ഈ രണ്ട് കേസിലും ഞാൻ ക്യാഷിന്റെ പേയ്മെന്റ് അല്ലല്ലോ ക്രൈറ്റീരിയ ആക്കിക്കുന്നത്, മറ്റെന്തോ കാര്യമല്ലേ? ആ മറ്റെന്തോ കാര്യം എന്താ? ക്യാഷിന്റെ റെസിപ്റ്റ് അല്ല ക്രൈറ്റീരിയ ആക്കുന്നത്, മറ്റെന്തോ കാര്യമാണ്. ആ മറ്റെന്തോ കാര്യം എന്താണ് എന്നാണ് എന്റെ ചോദ്യം. ആ മറ്റെന്തോ കാര്യം ബെനിഫിറ്റിന്റെ റെസിപ്റ്റ് ആണ്. ബെനിഫിറ്റിന്റെ റെസിപ്റ്റ് ആണ് എന്ത് ക്രൈറ്റീരിയ ആക്കിയിരിക്കുന്നത്. ഇത് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. മനസ്സിലാവും എല്ലാവരും? ക്ലിയർ ആണോ? മനസ്സിലാവോ? അങ്ങനെയെങ്കിൽ നമ്മൾ എക്സ്പെൻസ് പറയാൻ വേണ്ടിയിട്ട് എന്തല്ല ക്രൈറ്റീരിയ? എക്സ്പെൻസ് പറയാൻ വേണ്ടിയിട്ട് ഈ ക്യാഷിന്റെ പേയ്മെന്റ് അല്ല ക്രൈറ്റീരിയ. പിന്നെന്താണ് ക്രൈറ്റീരിയ? ബെനിഫിറ്റിന്റെ റെസിപ്റ്റ് ആണ് ക്രൈറ്റീരിയ. ക്യാഷ് കൊടുത്തോ ഇല്ലയോ നോക്കിയിട്ടല്ല നമ്മൾ നമ്മുടെ എക്സ്പെൻസ് കാണിക്കേണ്ടത്, പകരം ബെനിഫിറ്റ് കിട്ടിയോ ഇല്ലയോ നോക്കിയിട്ടാണ് നമ്മൾ എക്സ്പെൻസ് പറയേണ്ടത്. ഇതാണ് അക്രൂവൽ കൺസെപ്റ്റ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് മന്തിൽ എക്സ്പെൻസ് ആയിട്ട് 10,000, സെക്കൻഡ് മന്തിൽ എക്സ്പെൻസ് ആയിട്ട് എത്ര വരും? 10,000 വരും. അല്ലാതെ 0 20,000 അല്ല എന്ത് ചെയ്യുന്നത് എക്സ്പെൻസ് ആയിട്ട് വരേണ്ടത്. ഇത് ക്ലിയർ ആണോ? മനസ്സിലാവും? അതല്ലേ ഈ അക്രൂവൽ കൺസെപ്റ്റ് പറയുന്നത്. എക്സ്പെൻസ് ഈസ് അക്രൂഡ്. ആദ്യമേ നമ്മൾ എന്താ പറഞ്ഞേ? എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യേണ്ട എപ്പോഴാണ്? എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യേണ്ടത് അത് അക്രൂ ആകുമ്പോഴാണ്. എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യേണ്ട എപ്പോഴാണ്? അത് അക്രൂ ആവുമ്പോഴാണ്. അത് അക്രൂ ആവുന്ന എപ്പോഴാണ്? വെൻ ഇറ്റ് ഈസ്
ഇൻകേർഡ് ആണ്. അത് ഇൻകർ ആവുന്ന എപ്പോഴാണ്? വെൻ ദ ബെനിഫിറ്റ് ഈസ് റിസീവ്ഡ് ആണ്. ഇതാണ് ക്രൈറ്റീരിയ. ഇത് മാത്രമാണ് ക്രൈറ്റീരിയ. ഇത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇത് അറിയുന്ന ഒരാൾക്ക് മാത്രമേ പല സ്ഥലത്തും ഇൻകം കൂടി, നമ്മൾ പലപ്പോഴും ഇൻകം കൂടി എക്സ്പെൻസ് കൂടി എന്ന് കാണിക്കണ്ടേ, ആ ഇൻകം കൂടി എക്സ്പെൻസ് കൂടി എന്ന് കാണിക്കേണ്ടത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്താണോ ബെനിഫിറ്റ് ട്രാൻസ്ഫർ ചെയ്ത് അപ്പോൾ ഇൻകം കൂടും, ഏത് സമയത്താണോ ബെനിഫിറ്റ് റിസീവ് ചെയ്ത് ആ സമയത്ത് എക്സ്പെൻസ് കൂടും. അത് മാത്രമാണ് ക്രൈറ്റീരിയ, അത് മാത്രമായിരിക്കണം ക്രൈറ്റീരിയ. കാരണം ഏതൊരു സാധാരണക്കാരനും ചിന്തിക്കുന്നത് അവരുടെ ഇൻകത്തിനെയും എക്സ്പെൻസിനെ പറ്റി ചിന്തിക്കുന്നത് ക്യാഷിന്റെ റെസിപ്റ്റോ ക്യാഷിന്റെ പേയ്മെന്റോ നോക്കിയിട്ടല്ല, പകരം ബെനിഫിറ്റിന്റെ ട്രാൻസ്ഫറും ബെനിഫിറ്റിന്റെ റെസിപ്റ്റും നോക്കിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇൻകവും എക്സ്പെൻസും പറയുമ്പം ക്യാഷിന്റെ പേയ്മെന്റോ ക്യാഷിന്റെ റെസിപ്റ്റോ നോക്കിയിട്ടല്ല എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ചെയ്യേണ്ടത്. പകരം ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആയോ ബെനിഫിറ്റ് റിസീവ് ആയോ എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ബെനിഫിറ്റ് മാത്രമാണ് ക്രൈറ്റീരിയ. മനസ്സിലാവും? സോ അക്രൂ കൺസെപ്റ്റ് എന്താ പറയുന്നത്? ഇൻകവും എക്സ്പെൻസ് എപ്പോൾ റെക്കോർഡ് ചെയ്യണം? ആസ് ആൻഡ് വെൻ ദേ അക്രൂ ആൻഡ് നോട്ട് ഓൺ ക്യാഷ് ബേസിസ്. Income is accrued when it is earned, that is when the benefit is transferred. Expense is accrued when it is incurred, that is when the benefit is received. Clear ആണോ? മനസ്സിലാവും? ക്വസ്റ്റ്യൻ ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ പോലെയൊക്കെയാണോ നിങ്ങൾ ചെയ്തേ? ക്വസ്റ്റ്യൻ ചെയ്യാം, ശ്രദ്ധിക്കാം. ശ്രദ്ധിച്ചേക്കണേ. ശ്രദ്ധിച്ചേക്കണേ. എഴുതാം. റെന്റ് ഓഫ് ഏപ്രിൽ പെയ്ഡ് ഇൻ ഏപ്രിൽ. റെന്റ് ഓഫ് ഏപ്രിൽ പെയ്ഡ് ഇൻ ഏപ്രിൽ. അപ്പം ഏത് മാസം എൻട്രി വരുന്നത്? ഏപ്രിൽ മാസമല്ലേ എൻട്രി വരുന്നത്. ഇതിന്റെ മീനിങ് എന്താ? ഏപ്രിൽ മാസത്തെ റെന്റ് ഏപ്രിൽ മാസം തന്നെ കൊടുത്തു എന്നല്ലേ? അങ്ങനെയെങ്കിൽ ആസ്പെക്ട് ചോദിക്കുക, എളുപ്പമുള്ള ആസ്പെക്ട് കയ്യിൽ നിന്ന് കാശ് പോയില്ലേ, ക്യാഷ് പേയ്മെന്റ് നടത്തിയില്ലേ? സോ അസറ്റ് കുറയത്തില്ലേ? കുറയുന്ന അസറ്റ് ഏതാ? ക്യാഷ് ഓർ ബാങ്ക് അല്ലേ? ദെൻ റെന്റ് ഓഫ് ഏപ്രിൽ അല്ലേ? അപ്പൊ ഏപ്രിൽ റെന്റ് എന്ന് പറയുന്നതാണ് ഏപ്രിലാണ് എന്ത് ചെയ്തേക്കുന്നത്? ബെനിഫിറ്റ് റിസീവ് ചെയ്തേക്കുന്നത്. ബെനിഫിറ്റ് റിസീവ് ചെയ്തേക്കുന്ന ഏപ്രിൽ ആണെങ്കിൽ ഏപ്രിൽ തന്നെ എക്സ്പെൻസ് കൂട്ടി കാണിക്കണ്ടേ? കൂട്ടി കാണിക്കേണ്ട എക്സ്പെൻസ് ഏതാ? റെന്റ് എന്ന് പറയുന്ന എക്സ്പെൻസ് അല്ലേ? എൻട്രി എന്താണ്? റെന്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് ഓർ ബാങ്ക് എന്നല്ലേ? റെന്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് ഓർ ബാങ്ക് എന്നല്ലേ? മനസ്സിലോ? ക്ലിയർ ആണോ? ഇതിന്റെ ജനറൽ ട്രാൻസാക്ഷൻ എന്തായിരിക്കും? ഇതല്ലേ, പെയ്ഡ് എക്സ്പെൻസ് ഇൻ ക്യാഷ്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസ് അക്രൂഡ് ആൻഡ് പെയ്ഡ്, അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. എക്സ്പെൻസ് അക്രൂഡ് ആൻഡ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്രൂ ആകുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്തു? പേയ്മെന്റ് നടത്തി. അക്രൂ ആയി പേയ്മെന്റ് നടത്തി. അക്രൂ ആകുമ്പോൾ എന്ത് ചെയ്യണം? എക്സ്പെൻസ് കൂടി കാണിക്കണം. പേയ്മെന്റ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? അസറ്റ് കുറച്ച് കാണിക്കണം. എൻട്രി എന്താണ്? എക്സ്പെൻസ് കൂടി അസറ്റ് കുറഞ്ഞു. എൻട്രി റെന്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് ഓർ ബാങ്ക്. ക്ലിയർ ആണോ? മനസ്സിലാവും? അടുത്തൊരു ക്വസ്റ്റ്യൻ. Rent of April paid in March. Sorry, April, May. Paid in May. 10,000. 10,000 രൂപ റെന്റ് ആയിരുന്നു. 2 മാസത്തെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. ഏതൊക്കെയാ മാസം? ഏപ്രിലും മെയ്യും. ഈ ഏപ്രിൽ മാസത്തെ മെയ് മാസത്തെ ഇവിടുത്തെ പ്രത്യേകത എന്താ? ഏപ്രിൽ മാസം ഉണ്ട്, മെയ് മാസം ഉണ്ട്. ശ്രദ്ധിച്ചേക്കണേ. ഈ ഏപ്രിൽ മാസമാണ് എന്ത് നടന്നിരിക്കുന്നത്? റെന്റ് ഓഫ് ഏപ്രിൽ ആണ്. റെന്റ് ഓഫ് ഏപ്രിൽ എന്ന് പറയുന്നത് എന്താണ്?
ഏപ്രിൽ മാസം റെന്റാണ്. അപ്പം ബെനിഫിറ്റ് എന്നാ കിട്ടിയേക്കുന്നത്? ഏപ്രിലാണ് അല്ലേ? പെയ്ഡ് ഇൻ മെയ് ആണ്. അപ്പം ക്യാഷ് പേയ്മെന്റ് നടത്തിയത് നിന്നാണ്? മെയ് ആണ്. അതായത് അസറ്റ് കുറഞ്ഞത് നിന്നാണ്? മെയ്യിലാണ്. അപ്പൊ ഏത് സമയത്താണോ നടന്നത് ആ സമയത്ത് വേണമല്ലോ റെക്കോർഡ് ചെയ്യാൻ അല്ലേ? അല്ലാതെ തോന്നുന്ന പോലെ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം ബെനിഫിറ്റ് റിസീവ് ചെയ്തേക്കുന്നത് ഏപ്രിലാണെങ്കിൽ ഏപ്രിൽ വേണ്ടേ എക്സ്പെൻസ് കൂടി കാണിക്കാൻ? കൂടുന്ന എക്സ്പെൻസ് റെന്റ് അക്കൗണ്ട് ഡെറ്റഡ് 10,000 അല്ലേ? അല്ലാതെ മെയിലല്ലോ, കാരണം അത് ഏപ്രിലെ എക്സ്പെൻസ് അല്ലേ. പക്ഷെ കാശ് കൊടുത്തോ? ഇല്ല. കാശ് കൊടുത്തിട്ടില്ലെങ്കിൽ കാശ് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞാൽ ലൈബിലിറ്റി വേണ്ട കൂട്ടി കാണിക്കാൻ. നമ്മൾ ആർക്കെങ്കിലും കാശ് കൊടുക്കാനുണ്ടെങ്കിൽ ക്രെഡിറ്റേഴ്സ് എന്ന പേരിൽ വേണ്ട കാണിക്കാൻ. ഇനി ക്രെഡിറ്റേഴ്സ് നമുക്ക് 3 തരത്തിലുണ്ടാകാം. ഗുഡ്സ് വഴി അവരെ നമ്മൾ ട്രേഡ് പേയബിൾസ് അല്ലെങ്കിൽ ട്രേഡ് റിസീവ്സ് എന്ന് വിളിക്കും. സർവീസ് വഴി അവരെ നമ്മൾ അക്കൗണ്ട്സ് പേയബിൾ അല്ലെങ്കിൽ ആ സർവീസ് പേയബിൾ എന്ന് വിളിക്കും. സർവീസ് പേയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ റെന്റ് ആണെങ്കിൽ റെന്റ് പേയബിൾ, സാലറി ആണെങ്കിൽ സാലറി പേയബിൾ, കമ്മീഷൻ ആണെങ്കിൽ കമ്മീഷൻ പേയബിൾ. ഇനി ലോണൊക്കെ എടുക്കുന്ന വഴിയാണെങ്കിൽ അവരെ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റേഴ്സ് എന്ന് തന്നെ വിളിക്കും. ഇതൊരു ക്ലാസിഫിക്കേഷൻ ആണ്, ഇതറിഞ്ഞിരിക്കണം. ഗുഡ്സ് ആണെങ്കിൽ ട്രേഡ് പേയബിൾസ്, ഡെറ്റേഴ്സ് ആണെങ്കിലാണ് ട്രേഡ് റിസീവ്സ്. ഇവിടെ പറഞ്ഞുള്ളൂ ട്രേഡ് പേയബിൾസ് അല്ലെങ്കിൽ അക്കൗണ്ട് പേയബിൾ. സർവീസ് ആണെങ്കിൽ സർവീസ് പേയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെന്റ് പേയബിൾ, സാലറി പേയബിൾ, കമ്മീഷൻ പേയബിൾ. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, റെന്റ് പേയബിൾ ഒരു ഓപ്ഷൻ, അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് ഒരു ഓപ്ഷൻ, അല്ലെങ്കിൽ റെന്റ് ഔട്ട്സ്റ്റാൻഡിങ് വേറൊരു ഓപ്ഷൻ. ഇതെല്ലാം ഒരേ അർത്ഥമാണ്. ഫൈനലി ഇതെല്ലാം എന്താണ്? ക്രെഡിറ്റേഴ്സ് ആണ്. പക്ഷെ ഇതൊന്നും അല്ല നമ്മൾ ശരിക്കും എഴുതുന്നത്. ശരിക്കും എന്താണ്? ആ ക്രെഡിറ്ററെ പേര് വേണം എഴുതാൻ. അതായത് മിസ്റ്റർ എ ആണെങ്കിൽ മിസ്റ്റർ എ, മിസ്റ്റർ ബി ആണെങ്കിൽ മിസ്റ്റർ ബി, അത് വേണം എഴുതാൻ. മനസ്സിലാവും? ഇതെല്ലാം ജനറൽ. നമുക്ക് പേര് അറിയാത്ത എന്ത് ചെയ്യും? നമ്മൾ ജനറലൈസ് ചെയ്യും. ജനറലൈസ് ചെയ്യുമ്പോൾ എന്താണ്? ക്രെഡിറ്റേഴ്സ് ആണ്. പക്ഷേ ഈ ക്രെഡിറ്റേഴ്സ് സർവീസ് വഴിയാണ് എന്ത് ചെയ്യണം? സർവീസ് പേയബിൾ അല്ലെങ്കിൽ സർവീസ് ഔട്ട്സ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെന്റ് പേയബിൾ എന്ന് എഴുതാം. പക്ഷെ ഇതേ സെയിം മീനിങ് ആർക്കുള്ളത്? ഔട്ട്സ്റ്റാൻഡിങ് റെന്റിനും റെന്റ് ഔട്ട്സ്റ്റാൻഡിങ്ങിനും എല്ലാം സെയിം മീനിങ് ആണ്. ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് എന്ന് പറഞ്ഞാലും റെന്റ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാലും എല്ലാം എന്താണ്? സെയിം മീനിങ് ആണ്. എഴുതിയെടുക്കുക. എഴുതിയെടുത്തോ? അപ്പൊ എൻട്രി എന്താ വരുന്നത്? റെന്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു റെന്റ് പേയബിൾ. ഇനി ക്യാഷ് കൊടുത്ത ഏത് മാസമാ? മെയ് മാസം അല്ലേ? മെയ് മാസം ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എൻട്രി എന്താണ്? നമ്മുടെ ഇന്ന് ക്യാഷ് കുറയത്തില്ലേ? അസറ്റ് കുറയത്തില്ലേ? കുറയുന്ന അസറ്റ് ഏതാ? ക്യാഷ് ഓർ ബാങ്ക് അല്ലേ? എന്തുകൊണ്ടാണ് ഈ ക്യാഷ് കൊടുത്തേ? ഇവിടെ ഒരു റെന്റ് പേയബിൾ ഒരു ലൈബിലിറ്റി കിടപ്പില്ലേ? ആ റെന്റ് പേയബിൾ എന്ന ലൈബിലിറ്റി ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കുന്ന ക്യാഷ് അല്ലേ ഇത്? അങ്ങനെയെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് ആ ലൈബിലിറ്റിയുടെ ആവശ്യമില്ലല്ലോ. ആ ലൈബിലിറ്റി കുറച്ച് കളയണ്ടേ? കുറയ്ക്കേണ്ട ലൈബിലിറ്റിയുടെ പേരെന്താ? റെന്റ് പേയബിൾ എന്നല്ലേ? റെന്റ് പേയബിൾ 10,000. ഇങ്ങനെയല്ലേ എൻട്രി വരുന്നത്? ശ്രദ്ധിക്കണം, ക്യാഷ് കൊടുക്കുന്നതാണ് ക്രൈറ്റീരിയ എങ്കിൽ നമ്മൾ എക്സ്പെൻസ് കാണിക്കേണ്ട ഏത് മാസമായിരുന്നു? ഈ മെയ് മാസമായിരുന്നു എക്സ്പെൻസ് കാണിക്കേണ്ടത്. പക്ഷെ നമ്മൾ മെയ് മാസം എക്സ്പെൻസ് കാണിച്ചിട്ടില്ല. എക്സ്പെൻസ് കാണിച്ചിരിക്കുന്ന ഏത് മാസമാണ്? ഏപ്രിൽ മാസമാണ്. കാരണം ക്രൈറ്റീരിയ എന്താണ്? ബെനിഫിറ്റ് റെസിപ്റ്റ് ആണ്. ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്യാഷ് കുറച്ച് കാണിക്കും എന്ന് പറഞ്ഞിട്ട് എക്സ്പെൻസ് കൂട്ടി കാണിക്കത്തില്ല. എക്സ്പെൻസ് കൂട്ടി കാണിക്കുന്നത് ഏത് മാസമാണോ നമുക്ക് റെന്റ് അയക്കുന്ന, അക്രൂ അയക്കുന്ന, ബെനിഫിറ്റ് കിട്ടിയേക്കുന്നത് അപ്പോൾ മാത്രമേ കാണിക്കത്തുള്ളൂ. ഇത് എല്ലാ എക്സ്പെൻസിനും ആപ്ലിക്കബിൾ ആണ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാൻ പറ്റൂ? ഫസ്റ്റ് എൻട്രിയുടെ ട്രാൻസാക്ഷൻ എന്തായിരിക്കും? എക്സ്പെൻസ് അക്രൂഡ് ബട്ട് നോട്ട് പെയ്ഡ് അല്ലേ? എക്സ്പെൻസ് എന്ത് ചെയ്തു? അക്രൂ ആയി, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല? പേയ്മെന്റ് നടത്തിയിട്ടില്ല. അക്രൂ ആയെങ്കിൽ എന്ത് കൂട്ടി കാണിക്കണം? എക്സ്പെൻസ് കൂട്ടി കാണിക്കണം. പക്ഷെ അസറ്റ് കുറച്ച് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. ബട്ട് നോട്ട് പെയ്ഡ് അല്ലേ? അങ്ങനെയെങ്കിൽ ലൈബിലിറ്റി കൂട്ടി കാണിക്കണ്ടേ? സോ അക്രൂ ആണെങ്കിൽ എന്ത് ചെയ്യാം? എക്സ്പെൻസും ഇൻകം കൂട്ടി കാണിക്കാം. അക്രൂ ആകാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? എക്സ്പെൻസും ഇൻകവും നിങ്ങൾക്ക് കൂട്ടി കാണിക്കാൻ പറ്റത്തില്ല. കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ?
ദെൻ ഇതിന്റെ എൻട്രി എന്ന് പറഞ്ഞേ, ഇതിന്റെ ജനറൽ എൻട്രി എന്തായിരിക്കും? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് പെയ്ഡ് അല്ലേ, അല്ലെങ്കിൽ എക്സ്പെൻസ് പേയബിൾ പെയ്ഡ് അല്ലേ, അല്ലെങ്കിൽ എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് പെയ്ഡ്, എല്ലാം സെയിം മീനിങ് അല്ലേ? പെയ്ഡ് എന്നൊരു വേർഡ് ഇല്ലേ? പെയ്ഡ് എന്ന് പറഞ്ഞാൽ ക്യാഷ് പോയെന്നല്ലേ? അപ്പൊ അസറ്റ് കുറച്ച് കാണിക്കണ്ടേ? അതല്ലേ ഈ ചെയ്തേക്കുന്നത്? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് അല്ലേ? അതായത് നേരത്തെ ഓൾറെഡി ലയബിലിറ്റിയോട് കടന്നല്ലേ? അപ്പൊ ലയബിലിറ്റി കുറച്ച് കാണിക്കണ്ടേ? അതല്ലേ ഈ ചെയ്തേക്കുന്നത്? മനസ്സിലാവും? ഈ സിറ്റുവേഷൻ മനസ്സിലാവും? ഇതല്ലേ നിങ്ങളുടെ രണ്ടാമത്തെ മൂന്നാമത്തെയും കേസ്? ഈ രണ്ട് കേസ് ഇതല്ലേ? എക്സ്പെൻസ് അക്രൂഡ് ബട്ട് നോട്ട് പെയ്ഡ്. എക്സ്പെൻസ് അക്രൂഡ് ബട്ട് നോട്ട് പെയ്ഡ് എൻട്രി എന്താ? എക്സ്പെൻസ് അക്രൂഡ് ബട്ട് നോട്ട് പെയ്ഡ് എൻട്രി എന്താ? പറ. ആൻസേഴ്സ് എന്തായിരിക്കും? എക്സ്പെൻസ് അക്രൂ ആയില്ലേ, അപ്പം എക്സ്പെൻസ് കൂട്ടി കാണിക്കണ്ടേ? വേണ്ടേ? കൂട്ടി കാണിക്കുന്ന എക്സ്പെൻസ് ആണ്. ഏതാണോ എക്സ്പെൻസ് ആ എക്സ്പെൻസ് അല്ലേ? റെന്റ് ആണെങ്കിൽ റെന്റ്, സാലറി ആണെങ്കിൽ സാലറി, കമ്മീഷൻ ആണെങ്കിൽ കമ്മീഷൻ, ഏതാണോ എക്സ്പെൻസ് ആ എക്സ്പെൻസ്. ബട്ട് നോട്ട് പെയ്ഡ് അല്ലേ? നോട്ട് പെയ്ഡ് ആണ് എന്താണ്? ലൈബിലിറ്റി കൂട്ടി കാണിക്കണ്ടേ? ഏത് ലൈബിലിറ്റി? എക്സ്പെൻസ് പേയബിൾ എന്ന് പറയുന്ന ലൈബിലിറ്റി കൂട്ടി കാണിക്കണ്ടേ? ഇതല്ലേ ജനറലൈസ് എൻട്രി? ആ എക്സ്പെൻസിന് അവിടെ എന്ത് ചെയ്യണം? ഏതാണോ എക്സ്പെൻസ് അതിന്റെ പേരിട്ട് കൊടുക്കണം. ഇപ്പൊ റെന്റ് ആണെങ്കിൽ റെന്റ് പേയബിൾ, സാലറി ആണെങ്കിൽ സാലറി പേയബിൾ, കമ്മീഷൻ ആണെങ്കിൽ കമ്മീഷൻ പേയബിൾ, ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് പേയബിൾ. അടുത്ത് ഔട്ട്സ്റ്റാൻഡിങ് ഓർ അരിയർ എക്സ്പെൻസ് പെയ്ഡ്. ഔട്ട്സ്റ്റാൻഡിങ് ഓർ അരിയർ എക്സ്പെൻസ് പെയ്ഡ്. എക്സ്പെൻസ് പെയ്ഡ് അല്ലേ? പെയ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്? കയ്യിൽ നിന്ന് കാശ് പോയെന്നല്ലേ? അപ്പൊ അസറ്റ് കുറയത്തില്ലേ? പറയുന്ന അസറ്റ് ഏതാണ്? ക്യാഷ് ഓർ ബാങ്ക്. ഇനി ഔട്ട്സ്റ്റാൻഡിങ് ഓർ അരിയർ എക്സ്പെൻസ് അല്ലേ? ഔട്ട്സ്റ്റാൻഡിങ് അല്ലേ? ഓൾറെഡി കൊടുക്കാനുണ്ടായിരുന്നല്ലേ? കൊടുക്കാനുള്ളതാണ് എന്താണ്? ലൈബിലിറ്റി ആയിട്ട് കിടപ്പില്ലേ? ലൈബിലിറ്റിയുടെ പേരെന്താ? എക്സ്പെൻസ് പേയബിൾ എന്നല്ലേ? എക്സ്പെൻസ് പേയബിൾ ആവും, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആവും, ദെൻ എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ്, എല്ലാം സെയിം മീനിങ് ആണ്. ഇതല്ലേ എൻട്രി? ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണ്? അക്രൂ ആവുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? എക്സ്പെൻസ് കൂട്ടി കാണിക്കത്തുള്ളൂ. അല്ലാതെ പേയ്മെന്റ് സമയത്തല്ല എന്ത് ചെയ്യേണ്ടത്? എക്സ്പെൻസ് കൂട്ടി കാണിക്കേണ്ടത്. ഏത് കൺസെപ്റ്റിന്റെ ആപ്ലിക്കേഷൻ ആണ്? അക്രൂവൽ കൺസെപ്റ്റിന്റെ ആപ്ലിക്കേഷൻ ആണ്. ക്ലിയർ ആണോ? മനസ്സിലാവോ എല്ലാരും? ഓക്കെ അല്ലേ? ഓക്കെ. അടുത്ത് അതൊരു ക്വസ്റ്റ്യൻ ചെയ്താ. റെന്റ് എക്സ്പെൻസ് ഓഫ് April paid as advance in March. Rent expense of April paid as advance in March. എൻട്രി വന്നിരിക്കുക. ഏതൊക്കെ മാസം എൻട്രി വരും? ഏതൊക്കെ മാസം എൻട്രി വരും? ഏപ്രിൽ മാസത്തിൽ വരും. പിന്നെ ഏതാണ്? പിന്നെ ഏതാണ്? മാർച്ച് മാസത്തിലും വരും, ഏപ്രിൽ മാസം വരും. ഇതിൽ ഏത് മാസമാണ് ക്യാഷ് കൊടുത്തേക്കുന്നത്? ക്യാഷ് എന്ന അസറ്റ് കുറഞ്ഞേക്കുന്നത് ഏത് മാസമാണ്? മാർച്ച് മാസമാണ്. എങ്ങനെ മനസ്സിലായി? പെയ്ഡ് as അഡ്വാൻസ് ഇൻ മാർച്ച്. പക്ഷെ ഇത് ഏത് മാസത്തെ എക്സ്പെൻസാ? റെന്റ് എക്സ്പെൻസ് ഓഫ് ഏപ്രിൽ ആണ്. അപ്പൊ ബെനിഫിറ്റ് കിട്ടിയേക്കുന്ന എപ്പോഴാണ്? ഏപ്രിലാണ്. എൻട്രി പറ. ആസ്പെക്ട്സ് പറ. മാർച്ച് മാസം ക്യാഷ് കൊടുത്തെങ്കിൽ നമ്മുടെ ഇന്ന് മാർച്ച് മാസത്തിൽ തന്നെ ആ കൊടുക്കുന്ന ദിവസം തന്നെ അസറ്റ് കുറച്ച് കാണിക്കണ്ടേ? കുറയ്ക്കേണ്ട അസറ്റ് ക്യാഷ് ഓർ ബാങ്ക് അല്ലേ? കാരണം കയ്യിൽ നിന്ന് ക്യാഷ് പോയില്ലേ? എക്സ്പെൻസ് കൂട്ടി കാണിക്കാൻ പറ്റൂ? എക്സ്പെൻസ് കൂട്ടി കാണിക്കാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. കാരണം എന്താണ്? നമുക്ക് ബെനിഫിറ്റ് കിട്ടിയോ? എക്സ്പെൻസ് ആയോ? അത് അടുത്ത മാസത്തെ എക്സ്പെൻസ് അല്ലേ? ഈ മാസം നമ്മൾ അഡ്വാൻസ് കൊടുത്തേക്കുന്നതല്ലേ? ഈ മാസത്തെ എക്സ്പെൻസ് അല്ലല്ലോ. അത് ഏപ്രിൽ മാസത്തിലെ എക്സ്പെൻസ് അല്ലേ? അത് ഏപ്രിൽ മാസം കാണിച്ചാൽ പോരെ? മാർച്ച് മാസത്തിൽ അത് എക്സ്പെൻസ് ആകുന്നില്ലല്ലോ. അപ്പൊ മാർച്ച് മാസത്തിലെ എക്സ്പെൻസ് എന്തായിരിക്കും? മാർച്ച് മാസത്തിലെ അടുത്ത ആസ്പെക്ട് എന്തായിരിക്കും? അസറ്റ് കൂടി എന്നല്ലേ? അല്ലേ? എന്ത് അസറ്റ് ആണ് ഇവിടെ കൂടുന്നത്? ബെനിഫിറ്റ് ടു ബി
റിസീവ്ഡ് എന്ന് പറയുന്ന അസറ്റ് അല്ലേ? നമുക്ക് ഈ 10,000 ഇപ്പം 10,000 ആണ് എമൗണ്ട് എങ്കിൽ ആ 10,000 റുപ്പീസിന്റെ ബെനിഫിറ്റ് കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ അസറ്റ് അല്ലേ? അല്ലേ? അതിന്റെ പേരെന്താണ്? ആ അസറ്റിന്റെ പേരെന്താണ്? റെന്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെറ്റഡ്. റെന്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെറ്റഡ് എന്നൊരു അസറ്റ് വേണം കൂടാൻ. എന്ന് പറഞ്ഞാൽ അസറ്റിന്റെ മീനിങ് എന്താണ്? ബെനിഫിറ്റ് ടു ബി റിസീവ്ഡ് എന്നാണ്. മനസ്സിലാവും? കറക്റ്റ് അല്ലേ? ബെനിഫിറ്റ് ടു ബി റിസീവ്ഡ് എന്ന് പറയുന്ന അസറ്റ് അല്ലേ കൂടിയേക്കുന്നേ? അല്ലേ? ബെനിഫിറ്റ് ടു ബി റിസീവ്ഡ് എന്ന് പറയുന്ന അസറ്റ് അല്ലേ കൂടിയേക്കുന്നത്? കറക്റ്റ് അല്ലേ? മനസ്സിലാകുമോ? ക്ലിയർ ആണോ? അടുത്ത നോക്കാം. അടുത്തത് ഏപ്രിൽ മാസമായി. ഏപ്രിൽ മാസം ആകുമ്പം നമുക്ക് ബെനിഫിറ്റ് കിട്ടിയല്ലോ. ബെനിഫിറ്റ് കിട്ടിയെങ്കിൽ എക്സ്പെൻസ് കൂടുമല്ലോ. ആ എക്സ്പെൻസിന്റെ പേര് റെന്റ് എന്ന എക്സ്പെൻസ് ആണല്ലോ. എൻട്രി റെന്റ് അക്കൗണ്ട് അറ്റ് 10,000 എന്നല്ലേ? ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ വേറെ ഒരു അസറ്റ് ഉണ്ടായിരുന്നല്ലോ. ഈ അസറ്റിന്റെ മീനിങ് എന്താണ്? നമുക്ക് 10,000 രൂപ ബെനിഫിറ്റ് കിട്ടാനുണ്ടെന്നല്ലേ? ബെനിഫിറ്റ് ടു ബി റിസീവ്ഡ് എന്നല്ലേ ഈ അസറ്റിന്റെ മീനിങ്? ഇതിന്റെ മീനിങ് എന്താ? ബെനിഫിറ്റ് കിട്ടിയെന്നല്ലേ? അപ്പൊ ഈ അസറ്റിന്റെ ആവശ്യം ഇനി ഇല്ലല്ലോ. അങ്ങനെയെങ്കിൽ അടുത്തത് ഈ അസറ്റ് കുറച്ച് കളയണ്ടേ? കുറയ്ക്കേണ്ട അസറ്റ് റെന്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്ന അസറ്റ് അല്ലേ? റെന്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്ന അസറ്റ് 10,000 കുറച്ച് കാണിക്കണ്ടേ? വേണ്ടേ? കറക്റ്റ് അല്ലേ? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ദാ ഇവിടെയാണ് എന്ത്? ബെനിഫിറ്റ് റിസീവ് ചെയ്യുന്നത്. ഇവിടെയാണ് അസറ്റ് കുറയ്ക്കുന്നത്. പക്ഷേ നമ്മൾ എക്സ്പെൻസ് കാണിച്ചിരിക്കുന്നത് എവിടെയാണ്? ഏപ്രിൽ മാസമാണ്. കാരണം ക്യാഷ് കൊടുക്കുന്നത് നോക്കിയിട്ടല്ല നമ്മൾ എക്സ്പെൻസ് കാണിച്ചിരിക്കുന്നത്. പകരം ബെനിഫിറ്റ് കിട്ടിയോ നോക്കിയിട്ടാണ്. അവിടെ ഇപ്പം മുൻകൂട്ടി കൊടുത്താലും ശേഷം കൊടുത്താലും അപ്പോൾ തന്നെ കൊടുത്താലും ബെനിഫിറ്റ് കിട്ടിയോ എക്സ്പെൻസ് കാണിക്കാം, ബെനിഫിറ്റ് കിട്ടിയില്ലോ എക്സ്പെൻസ് കാണിക്കാൻ പറ്റത്തില്ല. ക്യാഷ് കൊടുത്തോ ക്യാഷ് കുറച്ച് കാണിക്കും, അതിൽ തെറ്റൊന്നുമില്ല. നിങ്ങൾ എപ്പം ക്യാഷ് കൊടുത്താലും ക്യാഷ് കുറച്ച് കാണിക്കാം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? എക്സ്പെൻസ് കൂട്ടി കാണിക്കാൻ പറ്റത്തില്ല. എക്സ്പെൻസ് കൂട്ടി കാണിക്കാൻ പറ്റണമെങ്കിൽ ക്രൈറ്റീരിയ എന്താണ്? എക്സ്പെൻസ് കൂട്ടി കാണിക്കാനുള്ള ക്രൈറ്റീരിയ ബെനിഫിറ്റ് റിസീവ് ചെയ്തിരിക്കണം, നിർബന്ധമാണ്. ക്ലിയർ ആണോ? മനസ്സിലാവും? അങ്ങനെയെങ്കിൽ ഇതിന്റെ എൻട്രി എന്ന് പറഞ്ഞേ, ഇതിന്റെ ജനറൽ എൻട്രി എന്ന് പറഞ്ഞേ, എക്സ്പെൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് അല്ലേ? അല്ലേ? ഇതിന്റെയോ? എക്സ്പെൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് അക്രൂഡ് നൗ എന്ന് പറയുന്ന ജനറൽ എൻട്രി അല്ലേ ഇത്? ഇതിന്റെ ജനറൽ ട്രാൻസാക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയല്ലേ വരുന്നത്? ഇതിന്റെ ജനറൽ ട്രാൻസാക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനല്ലേ വരേണ്ടത്? കറക്റ്റ് അല്ലേ? മനസ്സിലാകുന്നുണ്ടോ? ക്ലിയർ അല്ലേ? പക്കാ? നോക്കി, പ്രീപെയ്ഡ് എക്സ്പെൻസ് അല്ലെങ്കിൽ എക്സ്പെൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് എല്ലാം സെയിം മീനിങ് ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാലും എക്സ്പെൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാലും സെയിം ആണ്. പ്രീപെയ്ഡ് ആണ്, പെയ്ഡ് ആണ്. പെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസറ്റ് കുറയുന്ന അസറ്റ് ഏതാണ്? ക്യാഷ് ഓർ ബാങ്ക് ആണ്. പ്രീപെയ്ഡ് ആണ് അല്ലെങ്കിൽ ഇൻ അഡ്വാൻസ് ആണ് എന്ന് പറഞ്ഞാൽ എന്താ? ബെനിഫിറ്റ് കിട്ടിയിട്ടില്ല. ബെനിഫിറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ ബെനിഫിറ്റ് കിട്ടാനുണ്ട് എന്ന് പറയുന്ന അസറ്റ് വേണം കൂട്ടി കാണിക്കാൻ. അസറ്റിന്റെ പേരെന്താണ്? പ്രീപെയ്ഡ് അല്ലെങ്കിൽ എക്സ്പെൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് എന്നോ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയാം. രണ്ടും സെയിം ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്താണ്? റെന്റ് പ്രീപെയ്ഡ് അല്ലെങ്കിൽ പ്രീപെയ്ഡ് റെന്റ്, പ്രീപെയ്ഡ് സാലറി, പ്രീപെയ്ഡ് കമ്മീഷൻ ഒന്നെങ്കിൽ അങ്ങനെ പറയാം, അല്ലെങ്കിൽ എക്സ്പെൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് എന്നും പറയാം. രണ്ടും സെയിം മീനിങ് ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാലും എക്സ്പെൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാലും രണ്ടും സെയിം മീനിങ് ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാലും എക്സ്പെൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ സെയിം മീനിങ് ആണ്. അടുത്ത് നോക്കി, പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്രൂഡ് നൗ. പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്രൂഡ് നൗ. അക്രൂഡ് നൗ എന്ന് മീനിങ് എന്താണ്? ബെനിഫിറ്റ് കിട്ടിയെന്നല്ലേ? ബെനിഫിറ്റ് കിട്ടിയെങ്കിൽ എക്സ്പെൻസ് കൂട്ടി കാണിക്കേണ്ട എക്സ്പെൻസ് ഏതാണോ എക്സ്പെൻസ് ആ എക്സ്പെൻസ് അല്ലേ?
ഇത് പ്രീപെയ്ഡ് അല്ലേ, നേരത്തെ കാശ് കൊടുത്തല്ലേ. നേരത്തെ കാശ് കൊടുത്തയാണെങ്കിൽ എക്സ്പെൻസ് പെയ്ഡ് എന്നോ എക്സ്പെൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് എന്നോ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്നോ അസറ്റ് ക്രിയേറ്റ് വെച്ചിട്ടില്ലേ. ഇനി നമുക്ക് അസറ്റിന്റെ ആവശ്യമില്ലല്ലോ, ആ അസറ്റ് കുറച്ച് കാണിക്കണ്ടേ. ആ അസറ്റ് കുറച്ച് കാണിക്കുമ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് അല്ലെങ്കിൽ എക്സ്പെൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്ന അസറ്റ് കുറയത്തില്ലേ. മനസ്സിലാവും? ക്ലിയർ ആണോ? ശരി, എല്ലാം ശരിയാക്കിയെങ്കിൽ സ്വന്തമായിട്ടൊരു കൈയ്യടി കൊടുക്കുക നിങ്ങളുടെ ഒരു സന്തോഷത്തിന്. വേറെ ആരും കാണാനില്ലല്ലോ. കറക്റ്റ് അല്ലേ? മനസ്സിലായിക്കൂടെ? റിപ്പീറ്റ് ചെയ്യണോ? ഞാൻ റിപ്പീറ്റ് ചെയ്യണ്ട, ക്ലാസ് ആയിരുന്നു റിപ്പീറ്റ് ചെയ്യണമെന്നാണ്. ഇപ്പം റിപ്പീറ്റ് ചെയ്യണ്ട. അങ്ങനെ ഒരു ഗുണമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, റിവൈൻഡ് അടിച്ച് ഒന്നുകൂടെ കണ്ടാൽ മതി. സംശയം എന്തെങ്കിലും മതി, ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത് നോക്കാം. ഇത് നമ്മൾ ഈ പറഞ്ഞ രീതിയിലും ചെയ്ത് നോക്കി. ഇൻകം റിസീവ്ഡ് ഇൻ ക്യാഷ് അല്ലെങ്കിൽ ഇൻകം അക്രൂഡ് ആൻഡ് റിസീവ്ഡ് അല്ലെങ്കിൽ ഇൻകം അക്രൂഡ് ആൻഡ് റിസീവ്ഡ്. ഇൻകം അക്രൂഡ് ആൻഡ് റിസീവ്ഡ് സെയിം മീനിങ് ആണ്. ചെയ്തവേ ഇൻകം അക്രൂഡ് ആൻഡ് റിസീവ്ഡ് എൻട്രി എന്താണ്? ഇൻകം അക്രൂ ആയി റിസീവ് ആയി. അക്രൂ എന്ന് പറയുന്നതാണ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ചെയ്തു. റിസീവ് എന്ന് പറയുന്നതാണ് ക്യാഷ് കൂടി. എൻട്രി എന്താണ്? അസറ്റ് കൂടി ഇൻകം കൂടി. കൂടുന്ന നഷ്ടം ഏതാണ്? ക്യാഷ് ഓർ ബാങ്ക്. കൂടുന്ന ഇൻകം ആണ്. ഏതാണോ ഇൻകം ആ ഇൻകം, സാലറി ആകാം, സെയിൽസ് ആവാം, കമ്മീഷൻ ആവാം, ഏതാണോ ഇൻകം ആ ഇൻകം. എൻട്രി എന്താണ്? ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഇൻകം. മനസ്സിലാക്കാലോ? ക്ലിയർ ആണല്ലോ? ഇത് നിങ്ങൾ തന്നെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് അടുത്ത 3-4 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ക്ലിയർ അല്ലേ? മനസ്സിലാക്കിക്കൂടെ? പക്കാ? അടുത്ത് നോക്കിയേ. ഇൻകം അക്രൂഡ് ബട്ട് നോട്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ്? അക്രൂ ആയി പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, റിസീവ്ഡ് അല്ല. അക്രൂ അതിന്റെ മീനിങ് എന്താണ്? ബെനിഫിറ്റ് ട്രാൻസ്ഫർ ചെയ്തു. റിസീവ്ഡ് അല്ല എന്നതിന്റെ മീനിങ് എന്താണ്? ഡെറ്റേഴ്സ് എന്ന് പറയുന്ന അസറ്റ് കിട്ടാനുണ്ടെന്ന് പറഞ്ഞ അസറ്റ് അല്ലേ ഇവിടെ വന്നേക്കുന്നത്. റിസീവ്ഡ് അല്ലല്ലോ, കിട്ടാനില്ലേ. അല്ല ക്യാഷ് എന്ന അസറ്റ് അല്ലല്ലോ കൂടുന്നത്. കിട്ടിയാലല്ലേ ക്യാഷ് നഷ്ടം കൂടാൻ പറ്റത്തുള്ളൂ. ഡെറ്റേഴ്സ് നഷ്ടം വേണ്ടേ കൂടാൻ. അപ്പൊ എൻട്രി എന്താ? ബെനിഫിറ്റ് കൂടിയല്ലോ. ബെനിഫിറ്റ് കൂടിയ എന്താണ്? ബെനിഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യില്ല. അപ്പൊ എന്താണ്? ഇൻകം കൂടും. കൂടുന്ന ഇൻകം ഏതാണ്? ഏതാണോ ഇൻകം ആ ഇൻകം. പക്ഷെ ക്യാഷ് കിട്ടിയോ? ഇൻകം അക്രൂഡ് ബട്ട് നോട്ട് റിസീവ്ഡ് ആണ്. അപ്പം റിസീവ് ചെയ്യണം എന്ന് പറഞ്ഞ അസറ്റ് വേണ്ട കൂടാൻ. ആ അസറ്റ് ഏതാണ്? ഡെറ്റേഴ്സ് എന്ന് പറയുന്ന അസറ്റ് ആണ്. പക്ഷെ ഇവിടെ വീണ്ടും മറ്റേ പഴയ പ്രശ്നം വരാം. ഡെറ്റേഴ്സ് 3 തരത്തിലുണ്ടാവും. ഏതൊക്കെയാണ്? ഗുഡ്സ് കൊടുക്കുന്ന വഴി, അതിനെ വിളിക്കുന്ന പേരെന്തായിരിക്കും? ട്രേഡ് റിസീവ്സ് അല്ലെങ്കിൽ അക്കൗണ്ട് റിസീവ്ഡ്. സർവീസ് കൊടുക്കുന്ന വഴി അതെന്താണ്? ഇൻകം റിസീവബിൾ അല്ലെങ്കിൽ സർവീസ് റിസീവബിൾ. ദെൻ ലോണൊക്കെ അങ്ങോട്ട് കൊടുക്കുന്ന വഴി അതെന്താണ്? ഡെറ്റേഴ്സ് തന്നെയാണ്. ഇങ്ങനെ 3 തരത്തിലുണ്ടാവും. എഴുതിയെടുക്കാം. അത് സബ് ക്ലാസിഫിക്കേഷൻ ആണ്. പക്ഷെ എല്ലാം എന്താണ്? സെയിം മീനിങ് തന്നെയാണ്. ഡെറ്റേഴ്സിന്റെ അടി വരുന്നതാണ് ഇതെല്ലാം. ഗുഡ്സ് കൊടുക്കുന്ന വഴിയാണെങ്കിൽ അക്കൗണ്ട് റിസീവ്ഡ് അല്ലെങ്കിൽ ട്രേഡ് റിസീവ്സ്. സർവീസ് വഴിയാണെങ്കിൽ സർവീസ് റിസീവ്ഡ്. ലോൺ വഴിയാണ് ഡെറ്റേഴ്സ്. പക്ഷെ ഇതൊന്നും അല്ല ശരിക്കുള്ള കാര്യം. കാരണം വേറെ ഉണ്ട്. പക്ഷെ ഈ അക്കൗണ്ട് റിസീവ്ഡ്, ട്രേഡ് റിസീവ്ഡ് ഒക്കെ കാണുന്നിട്ട് വീണ്ടും ഡീറ്റെയിൽ പിന്നെ പോവാം. തൽക്കാലം എന്ത് ചെയ്യുക, ഈ ഒരു ബേസിക് ലോജിക്ക് മനസ്സിലാക്കി വെച്ചേക്കാം.
എഴുതിയോ? പോസ്റ്റ് ചെയ്തിട്ട് എഴുതണേ. അങ്ങനെയെങ്കിൽ ഇവിടെ ഡെറ്റേഴ്സിന് പകരം എന്തായിരിക്കും? ഡെറ്റേഴ്സിന് പകരം ഇൻകം റിസീവബിൾ ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻകത്തിന്റെ പേര് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ സാലറി ആണെങ്കിൽ സാലറി റിസീവബിൾ, റെന്റ് ആണെങ്കിൽ റെന്റ് റിസീവബിൾ, കമ്മീഷൻ ആണെങ്കിൽ കമ്മീഷൻ റിസീവബിൾ, ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് റിസീവബിൾ, ഏതാണോ റിസീവബിൾ അത് ഫൈനലി. പക്ഷെ അത് എന്ത് തന്നെയാണ്? ഡെറ്റേഴ്സ് തന്നെയാണ്. ആസ്പെക്ട് ഏതാണ്? അസറ്റ് കൂടി എന്നാണ്. നമ്മളെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഈ ആസ്പെക്ട്സ് ആണ്, അത് മറന്നു പോരുതേ. ക്ലിയർ അല്ലേ? മനസ്സിലാക്കിക്കൂടെ? അടുത്ത നോക്കി, ഇൻകം റിസീവബിൾ റിസീവ്ഡ്. ഇൻകം റിസീവബിൾ റിസീവ്ഡ്. റിസീവ്ഡ് എന്ന് പറയുന്നത് എന്താണ്? റിസീവ്ഡ് എന്ന് പറയുന്നത് എന്താണ്? ക്യാഷ് കിട്ടി അല്ലേ? അക്രൂ ആയോ? പക്ഷേ ആണോ? ഇത് റിസീവബിൾ ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ കിട്ടാനുള്ളതാണ്. അപ്പൊ എന്തുണ്ട്? ഡെറ്റേഴ്സ് എന്ന് പറയുന്ന അസറ്റ് ഇല്ലേ, ക്യാഷ് എന്ന അസറ്റ് കൂടും, ക്യാഷ് എന്ന അസറ്റ് കൂടും, പക്ഷെ ഡെറ്റേഴ്സ് എന്ന അസറ്റ് അല്ലേ കിട്ടിയേക്കുന്നത്. അപ്പൊ ആസ്പെക്ട് ഏതൊക്കെയാണ്? അസറ്റ് കൂടും. ഏത് അസറ്റ്? ക്യാഷ് ഓർ ബാങ്ക്. പകരം ഇൻകം കൂടുമോ? കാരണം റിസീവബിൾ അല്ലേ. റിസീവ് എന്ന് പറഞ്ഞാൽ നേരത്തെ അക്രൂ ആയതല്ലേ. നേരത്തെ അക്രൂ ആകുമ്പോൾ എന്താ ഇവിടെ റിസീവ് ഡെറ്റേഴ്സ് എന്ന് പറയുന്ന അസറ്റ് ഓൾറെഡി കാണിച്ചിട്ടില്ലേ. അപ്പൊ ഈ ഡെറ്റേഴ്സ് എന്ന് പറയുന്ന അസറ്റ് വേണ്ടേ കുറച്ച് കാണിക്കാൻ? ഡെറ്റേഴ്സ് എന്ന് പറയുന്ന അസറ്റ് വേണ്ടേ കുറച്ച് കാണിക്കാൻ? ആ ഡെറ്റേഴ്സ് ഏതാണ്? ഇൻകം റിസീവബിൾ. ഇൻകം റിസീവബിൾ. ശ്രദ്ധിക്കണം, നമ്മൾ ക്യാഷ് കൊടുക്കുന്നു, ഇത് രണ്ട് റിലേറ്റഡ് ആണ്. അതായത് ഫസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ? സെക്കൻഡ് വരത്തുള്ളൂ. ഫസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ? സെക്കൻഡ് വരത്തുള്ളൂ. സെക്കൻഡ് മാത്രമായിട്ട് എന്ത് ചെയ്തില്ല? ഒരിക്കലും വരത്തില്ല. ഫസ്റ്റും സെക്കൻഡും റിലേറ്റഡ് ആണ്. ഫസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സെക്കൻഡ് വരത്തുള്ളൂ. മനസ്സിലാകുമോ? ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത് നോക്കാം. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. റിസീവ്ഡ് ആണ്, ഇൻ അഡ്വാൻസ് ആണ്. അപ്പൊ എന്താണ്? ക്യാഷ് കിട്ടി, പക്ഷെ എന്തിട്ടില്ല? അക്രൂ ആയിട്ടില്ല അല്ലേ. അപ്പൊ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? വാട്ട് ടു ഡു? എന്ത് ചെയ്യും? ആലോചിച്ച് നോക്കി, ആലോചിച്ചു നോക്കിക്കേ. എന്താ പറയുന്നേ? ക്യാഷ് കിട്ടി, ക്യാഷ് കിട്ടി, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല? ഇൻ അഡ്വാൻസ് ആണ്. അപ്പൊ എന്ത് ചെയ്തിട്ടില്ല? അക്രൂ ആയിട്ടില്ല. ആയിരുന്നല്ലോ, അക്രൂ ആയിട്ടില്ല, പക്ഷെ എന്ത് ചെയ്തിട്ടു? ക്യാഷ് കിട്ടി. ക്യാഷ് കിട്ടി എന്ത് ചെയ്യണം? അസറ്റ് കൂട്ടി കാണിക്കണം. അക്രൂ ആയിട്ടില്ല എന്ത് ചെയ്യണം? നമ്മളെ സംബന്ധിച്ച് ബെനിഫിറ്റ് ടു ബി ട്രാൻസ്ഫേർഡ് അല്ലേ. ബെനിഫിറ്റ് ടു ബി ട്രാൻസ്ഫേർഡ് അല്ലേ. ബെനിഫിറ്റ് ടു ബി ട്രാൻസ്ഫേർഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഒരു ലയബിലിറ്റി അല്ലേ. നമ്മൾ അത്രയും ബെനിഫിറ്റ് അങ്ങോട്ട് കൊടുക്കാനുണ്ടെന്നല്ലേ അർത്ഥം അല്ലേ. ക്യാഷ് മേടിച്ചു വെച്ചു, ക്യാഷ് മേടിച്ച് കൈ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അവർക്ക് ഇനി ബെനിഫിറ്റ് കൊടുക്കണ്ടേ. ആ ബെനിഫിറ്റ് കൊടുക്കേണ്ടത് നമ്മളെ സംബന്ധിച്ചൊരു ലയബിലിറ്റി അല്ലേ. ബെനിഫിറ്റ് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ ലയബിലിറ്റി അല്ലേ. അങ്ങനെയെങ്കിൽ ആസ്പെക്ട് ചെയ്യുക, അസറ്റ് കൂടും. കൂടുന്ന അസറ്റ് ഏതാണ്? ക്യാഷ് കുറവും, കാരണം ക്യാഷ് കിട്ടിയല്ലോ. അടുത്ത ഇൻകം കൂടത്തില്ല, പകരം ലയബിലിറ്റി കൂടും. ആ ലയബിലിറ്റിയുടെ പേരെന്താണ്? ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഈ ലയബിലിറ്റി മീനിങ് എന്താണ്? ക്യാഷ് കൊടുക്കാനുള്ള ലയബിലിറ്റി ആണോ? അല്ല, ബെനിഫിറ്റ് ടു ബി ട്രാൻസ്ഫേർഡ് എന്ന് പറയുന്ന ലയബിലിറ്റി ആണ്. ബെനിഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ ഉണ്ട് എന്ന് പറയുന്ന ലയബിലിറ്റി ആണ്. ക്ലിയർ ആണോ? മനസ്സിലാകുമോ? മനസ്സിലാകുമോ? എൻട്രി ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ലാസ്റ്റ് വൺ എന്താ പറയുന്നത്? ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അതായത് ഇൻകം നമുക്ക് നേരത്തെ അഡ്വാൻസ് ആയിട്ട് കിട്ടിയത്, കോമ അക്രൂഡ് നൗ, അതായത് ഇപ്പോഴാണ് അക്രൂ ആയത്, പക്ഷെ ക്യാഷ് എന്ത് ചെയ്തു? നേരത്തെ കിട്ടിയതാണ്, അഡ്വാൻസ് ആയിട്ട് കിട്ടിയതാണ്. അങ്ങനല്ലേ? അങ്ങനല്ലേ എന്റെ അർത്ഥം?
അങ്ങനെയെങ്കിൽ അതിന്റെ മീനിങ് എന്താ വരുന്നത്? അക്രൂ ആയത് ഇപ്പോഴാണ്, പക്ഷെ ക്യാഷ് എന്ത് ചെയ്തിട്ടുണ്ട്? അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അക്രൂ ആയത് ഇപ്പോഴാണെങ്കിൽ ആസ്പെക്ട് ഇൻകം കൂടി എന്നല്ലേ? കാരണം അക്രൂ ആകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെനിഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യാന്നല്ലേ? ബെനിഫിറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻകം കൂട്ടി കാണിക്കണ്ടേ? ആ ഇൻകത്തിന്റെ പേര് ഇൻകം എന്നല്ലേ? ഏതാണോ ഇൻകം ആ ഇൻകത്തിന്റെ പേര് വെച്ച് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ? വേണ്ടേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ? വേണം. ആ ഇൻകത്തിന്റെ പേര് എന്ത് കൊടുക്കണം? ഏതാണോ ഇൻകം ആ ഇൻകത്തിന്റെ പേര് വേണം കൊടുക്കാൻ. സാലറി, റെന്റ്, കമ്മീഷൻ, ഇൻട്രസ്റ്റ്, ഏതാണോ ഇൻകം ആ ഇൻകത്തിന്റെ പേര് വെച്ച് വേണം നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അടുത്ത ആസ്പെക്ട് ക്യാഷ് കിട്ടിയോ? ഈ ക്യാഷ് നമുക്ക് നേരത്തെ കിട്ടിയല്ലേ? ഈ ക്യാഷ് നമുക്ക് നേരത്തെ കിട്ടിയപ്പം നമ്മൾ ഇവിടെ ഒരു ലൈബിലിറ്റി ക്രിയേറ്റ് വെച്ചിട്ടില്ലേ? നോക്കിക്കേ, നമ്മൾ ഇവിടെ ഒരു ലൈബിലിറ്റി ക്രിയേറ്റ് വെച്ചിട്ടില്ലേ? ആ ലൈബിലിറ്റി മീനിങ് എന്താണ്? ബെനിഫിറ്റ് ടു ബി ട്രാൻസ്ഫേർഡ് എന്നല്ലേ? ബെനിഫിറ്റ് നമ്മൾ കൊടുക്കാൻ ഉണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. അവിടെ നമ്മൾ ബെനിഫിറ്റ് ഇപ്പോൾ കൊടുത്തില്ലേ? ബെനിഫിറ്റ് നമ്മൾ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും നമുക്ക് ബെനിഫിറ്റ് ടു ബി ട്രാൻസ്ഫേർഡ് എന്നൊരു ലൈബിലിറ്റിയുടെ ആവശ്യം നമുക്കുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ആ ലയബിലിറ്റി കുറച്ച് കളയണം. ആ ലയബിലിറ്റി കുറച്ച് കളയുമ്പോൾ എന്താണ്? ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്ന ലയബിലിറ്റി കുറഞ്ഞ് പോകത്തില്ലേ? എൻട്രി എന്താണ്? ലയബിലിറ്റി കുറഞ്ഞു, ഇൻകം കൂടി എന്നല്ലേ? എൻട്രി ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഇൻകം എന്നല്ലേ? ആസ്പെക്ട്സ് ലയബിലിറ്റി കുറഞ്ഞു, ഇൻകം കൂടി എന്ന് അല്ലേ? മനസ്സിലാവും? ഇൻകവും എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടുമിക്ക കാര്യങ്ങളും ദാ ഈ 10 എണ്ണത്തിനകത്ത് കവറായി പോകുന്നുണ്ട്. ഈ 5+5 10നകത്ത് കവറായി പോകുന്നുണ്ട്. മനസ്സിലാവും? നിങ്ങൾ എന്ത് ചെയ്യണം? മാക്സിമം റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുക. മനസ്സിലായില്ലെങ്കിൽ ഇത് ഒന്നുകൂടെ റിപ്പീറ്റ് അടിച്ച് കാണുക. എങ്കിലും ഇത് മനസ്സിലാക്കിയിരിക്കണം. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലാകുമോ? ക്ലിയർ ആണോ? ഓക്കെ, ഇത് നമുക്ക് കുറച്ചുകൂടെ പഠിച്ചിട്ട് ചെയ്യാം. ഇത് നമുക്ക് പഠിക്കേണ്ടതാണ്, പക്ഷെ ഇപ്പോഴല്ല. നമുക്ക് കുറച്ചുകൂടെ പഠിച്ചിട്ട് തന്നെ എന്ത് ചെയ്യാം? വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ഈ ബേസിക്സ് തീരാറാകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇത് നോക്കാം. നിങ്ങൾക്കൊരു ഹോംവർക്ക് തരട്ടെ? നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ എപ്പോഴേലും ക്ലോസിംഗ് സ്റ്റോക്കിന്റെയും പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റിന്റെയും ജേർണൽ എൻട്രി എഴുതി നോക്കുക. ജേർണൽ എൻട്രി എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? ആസ്പെക്ട്സ് വെച്ചിട്ട്. ആസ്പെക്ട്സ് എന്ന് പറയുന്നത് എന്താണ്? അസറ്റ്, ലയബിലിറ്റി, ഇൻകം, എക്സ്പെൻസ് കൂടിയോ കുറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ? എൻട്രി. അല്ല തോന്നുന്ന പോലെ എൻട്രി ചെയ്തിട്ട് ഇതായിരിക്കും എൻട്രി എന്ന് പറയരുത്. കൃത്യമായിട്ട് പറയാൻ പറ്റണം. ഇതാണ് എൻട്രി, ഇതായിരിക്കുമോ എൻട്രി എന്നല്ല, ഇതാണ് എൻട്രി എന്ന് വ്യക്തമായിട്ട് പറയാൻ പറ്റണം. അങ്ങനെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റണമെങ്കിൽ നിങ്ങൾക്ക് 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. 1 മീനിങ് ആണ്, 2 ആസ്പെക്ട്സ് ആണ്, 3 റൂൾ വെച്ചിട്ട് ജേർണൽ എൻട്രി എഴുതാൻ അറിഞ്ഞിരിക്കണം. ഇത് 3ഉം നിങ്ങൾക്ക് അറിയാം എങ്കിൽ ഏതൊരു ട്രാൻസാക്ഷൻ കിട്ടിയാലും ആരുടെ സഹായവും ഇല്ലാതെ തന്നെ ജേർണൽ എൻട്രി എഴുതാൻ പറ്റേണ്ടത് ആണ്. മനസ്സിലാകുമോ? ക്ലിയർ ആണോ? ഓക്കെ, മനസ്സിലായല്ലോ? സോ ജേർണൽ എൻട്രി എഴുതാൻ നിങ്ങൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് അക്കൗണ്ടിങ് പ്രോസസ്, ജേർണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇതിൽ ജേർണൽ എൻട്രി എങ്ങനെയാണ്? ഹൗ ടു റൈറ്റ് ജേർണൽ എൻട്രി. ഇതെങ്ങനെ എഴുതണ്ടേ? വിത്തൗട്ട് മെമ്മറൈസിങ് ആണ്. കാണാൻ പഠിച്ചല്ല എഴുതേണ്ടത്. ഇപ്പൊ ഇങ്ങനെ ബൈഹാർട്ട് പഠിച്ചല്ല എഴുതേണ്ടത്. പിന്നെന്താണ്? 3 സാധനം. റൂട്ട് ലേണിംഗ് ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. എങ്ങനെ ഇത് ചെയ്യേണ്ടത്? ഫസ്റ്റ് മീനിങ് മനസ്സിലാക്കണം, സെക്കൻഡ് ആസ്പെക്ട്സ് മനസ്സിലാക്കണം, തേർഡ് റൂൾ വെച്ചിട്ട് ജേർണൽ എഴുതണം. ഈ ആസ്പെക്ട്സ് ഏതൊരു ജേർണൽ എടുത്താലും, ഇപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക് എന്നൊരു ജേർണൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ അസറ്റ് കൂടി, അസറ്റ് കുറഞ്ഞു, ഈ ആസ്പെക്ട്സ് എഴുതുന്ന ശീലമാക്കണം. ഇത് നിർബന്ധമായിട്ടും ഇനിയും തൊട്ട് നമ്മൾ ക്ലാസ്സിൽ എപ്പോഴൊക്കെ ജേർണൽ എൻട്രീസ് എഴുതുമോ അപ്പോഴെല്ലാം എന്ത് ചെയ്യണം? ഇത് ഫോളോ ചെയ്യാൻ ശ്രമിക്കണം. എന്തുകൊണ്ടെന്നറിയാമോ? നിങ്ങൾ മൊത്തവും ഇന്റർനെറ്റ് അക്കൗണ്ട്സ് ഇല്ല, മൊത്തവും ഇന്റർനെറ്റ് അക്കൗണ്ട്സും ജേർണൽ എൻട്രി മാത്രമേ പഠിക്കാനുള്ളൂ. ഇതല്ല വേറെ ഒന്നും പഠിക്കാനില്ല. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല, പക്ഷേ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ജേർണൽ എൻട്രി മാത്രമേ പഠിക്കാനുള്ളൂ, വേറെ ഒന്നും പഠിക്കാനില്ല. ജേർണൽ എൻട്രി അറിയാമോ? നിങ്ങൾക്ക് അക്കൗണ്ടിങ് വളരെ എളുപ്പമാണ്, ഭയങ്കര എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും. അറിയത്തില്ലയോ? ഒന്നും ചെയ്യാനില്ല, നോക്കിയിരിക്കാം. അല്ലെങ്കിൽ ബൈഹാർട്ട് പഠിച്ച് കാണാപ്പാടം പഠിച്ച് റൂട്ട് ലേണിംഗ് വഴി നിങ്ങളുടെ സമയവും ഭാഗ്യമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ ചിലപ്പോൾ പാസ്സായിരിക്കാം. പക്ഷെ അതുകൊണ്ട് ഗുണമൊന്നുമില്ല. കൃത്യമായിട്ട് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, വൈ മനസ്സിലാക്കി തന്നെ പഠിക്കുക, കൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഓക്കെ,
ക്ലിയർ ആണല്ലോ?